ആയുർവേദ ഡോക്ടർ ആയിരുന്നില്ലേ? ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്നില്ലല്ലോ അല്ലേ? ഇല്ല. ഞാൻ ഭയങ്കര സ്ലോ ലേണർ ആയിരുന്നു. ഉദ്ദേശിച്ചത് 2 വർഷം ഇരിക്കും ഒരു ക്ലാസ്സിൽ. അങ്ങനെയല്ല. അഭിലാഷ് പിള്ളൈ എന്ന് പറയുന്നൊരു ബ്രാൻഡായി മാറിയിട്ടുണ്ട് ഈ ചുരുങ്ങിയ സമയം കൊണ്ട്. ഞാൻ പറയുന്നത് ഈ സ്റ്റാർഡം ഉണ്ടല്ലോ, സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ളൊരു അധികം ആൾക്കാർക്ക് കിട്ടാത്ത ആ ഒരു സ്റ്റാർഡം ചേട്ടന് കിട്ടിയിട്ടുണ്ട്. ഇത് കരിയറിനെ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്നാണ് ചേട്ടന് മനസ്സിനോട് ചേർത്ത് വെക്കുന്ന ചേട്ടൻ്റെ സിനിമ ഏതാ? എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടം 10-ാം വളമാണ്. ആണല്ലേ? കാരണം അതെനിക്ക് വല്ലാതെ തന്നെ ഹോണ്ട് ചെയ്തേക്കുന്ന ഒരു കഥയാണ്. ഇന്ദ്രിയം കണ്ടിട്ടുണ്ടോ? ഞാൻ 2K കിട്ടാണോ? 2K കിട്ടാണോ? 90s കിട്ടല്ലേ? ഇന്ദ്രിയം 90s കിട്ടാണ്. പക്ഷെ 2K കിട്ടിന്റെ വിവരം ക്ലൂ വരുമോ? ഭയങ്കര ഭംഗിയുള്ള ഹോട്ട് ആൻഡ് സെസ്കി ആയിട്ടുള്ള ഒരു യക്ഷിയായിരുന്നു. അപ്പൊ ചേട്ടൻ ഹിന്ദു യക്ഷി. ഹിന്ദു എന്നുള്ള ഹിന്ദു അവിടെ തന്നെ എനിക്ക് സീരിയൽസിൽ നിന്ന് വന്നാൽ ഇവിടെ അത്ഭുതം കാണിക്കാൻ പറ്റുന്ന ഒരുപാട് പേരുണ്ട്. ചേട്ടാ ഞാനൊരു സീരിയൽ ആക്ടർ. മരിച്ചാണ് റിലേറ്റീവ്സിനുള്ള ഇത്ര സങ്കടമില്ലത്. ഗോപിക വൻ വിഷമം. എല്ലാവരും വിഷമം. അവിടെ ഇത്തിരി ഓവർ വിഷമം ഇയാളുണ്ടായിരുന്നു. ഗോപികയായിരുന്നു. പിന്നെ വിഷമിച്ചോണ്ടെന്ന് വെച്ചു. കാരണം ഷോട്ട് ഞങ്ങൾ കട്ട് ചെയ്തോളല്ലോ. അതങ്ങ് കട്ട് ചെയ്ത എന്നോട് ചോദിക്കാം 5 വർഷം കഴിയും 5 കഴിഞ്ഞ എന്താണ് അഭിലാഷേട്ടന്റെ പടത്തിൽ മതി. ഞാൻ അടുത്ത പടത്തിലെന്ന് ഉദ്ദേശിച്ചത്. ഗദ്ദാഫിയുടെ ഞാൻ ഇതിന് മുന്നേ എനിക്ക് തോന്നി ഞാൻ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ആക്ച്വലി എനിക്കൊരു അഭിനയിക്കാൻ പറ്റുന്ന ഒരാളുടെ ഫേസാണ്. സീരിയൽ കണ്ടിട്ടില്ലല്ലോ എന്റെ? ഇല്ല, പേടിക്കണ്ട, അപ്പൊ കുഴപ്പമില്ല. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. ആയുർവേദ ഡോക്ടർ ആയിരുന്നില്ലേ? ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്നില്ലല്ലോ അല്ലേ? ഇല്ല. അത് പഠിച്ചത് ഇപ്പൊ അഭിനയത്തിലേക്ക് വന്നപ്പോ എവിടെയെങ്കിലും ഒക്കെ ഉപയോഗപ്പെട്ടതായിട്ട് തോന്നുന്നുണ്ടോ? അങ്ങനെ ഇപ്പോൾ ആത്മാ വെൽനെസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തന്നെ ഒരു ഫ്രണ്ട് ഉണ്ട്, അബി. അപ്പോൾ അതിൽ ആത്മാ വെൽനെസ് ഓൺലൈനിൻ്റെ ബ്രാൻഡ് അംബാസിഡേഴ്സ് ആണ് ഞാനും ചേട്ടനും. ആ ഒരു വഴിക്ക് ഒരു ടച്ച് ഉണ്ട് എന്ന് മാത്രമല്ലാതെ വേറെ ഒന്നും ഇതുവരെ പ്രാക്ടീസിങ്ങോ ഒന്നും തുടങ്ങിയിട്ടില്ല. ഇവിടെ സെറ്റിൽ ആരെങ്കിലും മറ്റേ ചുമച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഗൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഇതുവരെ ചെയ്തിട്ടില്ല. എന്നോട് ചോദിക്കേണ്ട ആരെങ്കിലും ബുദ്ധിയുള്ളവരാരും പിന്നെ ചോദിക്കാനും സർട്ടിഫിക്കറ്റ് കാണിക്കണമെന്ന് പറയാറുണ്ട്. കാണിച്ചരാ, വീട്ടിൽ കോഴിക്കോടുണ്ട്. എങ്ങനെ ഭയങ്കര സ്റ്റുഡിയസ് ആയിരുന്നു പഠിക്കുന്ന സമയത്ത്? അങ്ങനെ ഞാൻ ഭയങ്കര സ്ലോ ലേണർ ആയിരുന്നു. അപ്പോൾ സ്റ്റുഡിയസ് ആണോന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പൊ എക്സാം ഉണ്ടെങ്കിൽ ഒരു 6 months മുന്നേ ഇരുന്ന് പഠിക്കും. പക്ഷെ കുട്ടികളൊക്കെ പറയും, പിന്നെ ഡിസ്റ്റിങ്ഷൻ വാങ്ങാൻ പോവാണോ, അങ്ങനെ കളിയാക്കും. 2 വർഷം ഇരിക്കും ഒരു ക്ലാസ്സിൽ. അങ്ങനെയല്ല, മീൻസ് കുറെ സമയം എടുക്കും എനിക്ക് പഠിച്ച് തലയിലോട്ട് കയറാൻ. അപ്പോ 6 മാസം മുന്നേ ചിലപ്പോൾ എനിക്ക് എക്സാമിന് പഠിക്കേണ്ടി വരും. എൻ്റെ അനിയത്തിയാണ് നേരെ ഓപ്പോസിറ്റ്. തലേന്ന് ഇരുന്ന് പഠിച്ച അവള് അതുകൊണ്ട് അവളിപ്പോ അമേരിക്ക ജോലി ചെയ്യുന്നു. ഞങ്ങളിവിടെ സുമതികളൊക്കെ ചെയ്ത് നടക്കുന്നു. അല്ല ചെയ്യും, നമ്മള് എൻജോയ് ചെയ്യുന്നു. അവള് ജോലി ചെയ്യുന്നു. അപ്പോ എന്താ വെച്ചാൽ ഞാൻ കുറച്ച് ടൈം എടുക്കും, പക്ഷെ ഞാൻ ഇരുന്ന് പഠിക്കും. എന്താ വെച്ചാൽ എനിക്ക് ബാക്കിയുള്ളവർ ഇത്ര പഠിക്കുമ്പോൾ എനിക്ക് അവിടെ എത്തണമെങ്കിൽ എനിക്ക് സമയം എടുക്കും എന്ന് അറിയുന്നതുകൊണ്ട് ഞാൻ അതിനനുസരിച്ച് മുന്നേ പഠിക്കാൻ തുടങ്ങും. 10ാം ക്ലാസ്സിൽ എത്ര മാർക്ക് ഉണ്ടായിരുന്നു കുട്ടി? അയ്യോ, അങ്ങനെ വെച്ചാൽ 85. അപ്പൊ കുഴപ്പമില്ല കേട്ടോ. അതാ ഞാൻ പഠിക്കും, പക്ഷെ അത് കുറേ സമയം എടുത്തിട്ട് ബാക്കിയുള്ളവർ പഠിക്കുന്ന സമയം എടുക്കും എനിക്ക് കുറച്ച്. അല്ല 85 കിട്ടിക്കാണോ? അല്ലെങ്കിൽ MBBS കിട്ടില്ലല്ലോ, സീറ്റ് കിട്ടത്തില്ലല്ലോ. ഇതിപ്പോ മലയാളത്തിലേ ഈ സ്റ്റാർഡമുള്ള സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് വളരെ കുറവാണ്. ഇപ്പം നമ്മൾ മിഥുൻ മാനുവൽ തോമസിൻ്റെ കേസ് പറയുമായിരിക്കും, അല്ലെങ്കിൽ ബോബി സഞ്ജയുടെ പേര് പറയും, റിട്ടൺ ബൈ ഇവരുടെ പേരിൽ ആ സിനിമ മാർക്കറ്റ് ചെയ്യും. അതുപോലെ ഒരാളാണ് അഭിലാഷ് പിള്ളൈ എന്ന് പറയുന്നൊരു ബ്രാൻഡായി മാറിയിട്ടുണ്ട് ഈ ചുരുങ്ങിയ സമയം കൊണ്ട്. ഞാൻ പറയുന്നത് ഈ സ്റ്റാർഡം ഉണ്ടല്ലോ, സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ളൊരു അധികം ആൾക്കാർക്ക് കിട്ടാത്ത ആ ഒരു സ്റ്റാർഡം ചേട്ടന് കിട്ടിയിട്ടുണ്ട്. ഇത് കരിയറിനെ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഒരു സക്സസ്ഫുൾ സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ള നിലയിൽ ചിന്തിക്കുമ്പോൾ തോന്നുന്നത്? ഭയങ്കര ഉത്തരവാദിത്തം ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പം ഈ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അടുത്ത് പലരും ഇത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ നെഗറ്റീവ് ആദ്യം ഞാൻ പറയാം. അതായത് ഇപ്പോൾ ഒരാൾ, ഇപ്പം ഞാൻ എൻ്റെ പേര് എന്നോട് അഭിലാഷിന് ഭയങ്കര PR വർക്കാണ് വർക്ക്സ് ഉണ്ടെന്ന് പറയും. അപ്പം സ്വാഭാവികമായിട്ടും ഇന്ന് ഇൻഡസ്ട്രി പിടിച്ച് നിൽക്കണമെങ്കിൽ
നമ്മൾ സ്ട്രഗിളിങ് സ്റ്റേജ് കഴിഞ്ഞിട്ട് നമ്മളോട് നിൽക്കണമെന്നുണ്ടെങ്കിൽ അതൊരു ഭയങ്കര കോമ്പറ്റീഷൻ ഫീൽഡാണ്. കാരണം എപ്പോഴും ഞാൻ പറയും, കാരണം എൻ്റെ അടുത്ത് ഡെയിലി വരും ഒരു 10 കോള്, ചേട്ടാ എൻ്റെ ഒരു കഥയുണ്ട് എന്ന് പറയാനായിട്ട്. അപ്പോൾ നമ്മൾ പിടിച്ച് നിൽക്കുന്ന ഒരു അത്രയും വലിയ കോമ്പറ്റീഷൻ ഫീൽഡാണ്. അപ്പോൾ അവിടെ നമ്മളെങ്ങനെ യുണീക്ക് ആവാം എന്നാണ്. അപ്പോൾ ഉറപ്പായിട്ടും എനിക്ക് അതിന് PR സ്വാഭാവികമായിട്ടും വരും. ഓട്ടോമാറ്റിക്കലി എനിക്ക് എൻ്റെ PR കാണും, അല്ലെങ്കിൽ എനിക്ക് പുറത്തുനിന്ന് PR ചെയ്തു തരുന്നവരും കാണും. അത് എന്നെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നവരുണ്ട്. അല്ലാതെ നമ്മൾ തന്നെ പറഞ്ഞിട്ട് നമുക്ക് വേണ്ടി നമ്മുടെ സിനിമയുടെ PR സമയത്ത് നമുക്കും അത് പേഴ്സണൽ ബൂസ്റ്റിംഗ് കിട്ടും. പക്ഷേ ഇതിൻ്റെയൊക്കെ അൾട്ടിമേറ്റ് എന്ന് വെച്ചാൽ നമ്മൾ സിനിമ ചെയ്ത് പ്രൂവ് ചെയ്താൽ മാത്രമേ ഇവിടെ നിൽക്കാൻ പറ്റൂ. അല്ലാതെ എന്ത് PR ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇപ്പം മാളികപ്പുറം ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു വിഭാഗം ആളുകൾ മറ്റേ അത് ഭക്തി സിനിമയാണ് വിജയിച്ചു എന്ന് പറഞ്ഞു. ആനന്ദ് ശ്രീബാല വന്നപ്പം അതിനെ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്. എല്ലാ സിനിമകളും വിമർശിക്കും. ഇപ്പം എന്താ പറയുക, ഇപ്പം സുമതിയോളം വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ താഴെ വന്നിട്ട് കുറേ പേര് നമ്മുടെ പേര് പറഞ്ഞ് നമ്മളെ ഇൻസൾട്ട് ചെയ്തൊക്കെ കമൻറ്റ്. പണ്ടൊക്കെ എനിക്കിത് കാണുമ്പോൾ വിഷമമാണ്. ഇന്ന് ഞാനത് ചിന്തിക്കുന്നത് വെച്ചാൽ എനിക്ക് കൃത്യമായി ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടിയൊരു അഡ്വൈസാണ്. നമുക്ക് എപ്പോഴൊക്കെ സോഷ്യൽ മീഡിയ നെഗറ്റീവ് ഉണ്ടോ, അല്ലെങ്കിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ഉണ്ടോ, അപ്പം നമ്മൾ ഇൻഡസ്ട്രിയിൽ ഉണ്ടെന്നാണ് അതിനർത്ഥം. എന്നിതില്ലാതാവുന്നു അപ്പം അതിൻ്റെ അർത്ഥം നമ്മൾ ഫീൽഡ് ഔട്ട് ആയിരുന്നു. അപ്പം ഉറപ്പായിട്ടും ഇന്ന് ഈ പറഞ്ഞ ബ്രാൻഡിങ്, അതായത് നമ്മുടെ ഒരു പേരിലൊരു സിനിമ അറിയപ്പെടുന്നത്, ഞാൻ ആ സിനിമയോട് 100% നീതി പുലർത്തിയത് ചെയ്യാറുള്ളൂ. ഞാൻ ഒരിക്കലും ഒരു പ്രൊഡ്യൂസറിൻ്റെ പൈസ പോകണം എന്ന് കരുതി, അല്ലെങ്കിൽ എനിക്ക് കാശ് ഉണ്ടാക്കണം ഞാൻ സിനിമയാണ്. ഞാൻ ഈ പറഞ്ഞ സിനിമകളിലൊക്കെ എൻ്റെ പ്രൊഡ്യൂസേഴ്സിനൊക്കെ ചോദിച്ചറിയാം ഞാനൊരു സിനിമയ്ക്ക് വേണ്ടി എങ്ങനെ വർക്ക് ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും റൈറ്ററായിട്ട് മാറിയിരിക്കുന്ന ആളല്ല. അദ്ദേഹത്തിന് ഗോപിക്ക് അദ്ദേഹത്തിന്റെ പടങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പടം ഏതാ? മാളികപ്പുറമാണോ? മാളികപ്പുറത്തിനും ഗോപിക്ക് ഒരു ചെറിയ കണക്ഷൻ ഉണ്ട്. അത് ഞങ്ങൾ പരിചയപ്പെട്ടതിന് ശേഷമാണ്. അതായത് ഗോപിക ആ സിനിമയിലുള്ള കുട്ടിയെ പോലെ തന്നെ ആയിരുന്നു. അതായത് കയ്യിലൊരു അയ്യപ്പൻ്റെ സ്റ്റാച്ചു ഉണ്ട്, എന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അയ്യപ്പാന്ന് വിളിക്കും ആ സിനിമയിൽ. നമ്മളിങ്ങനെ അയ്യോ ലൈക്ക് അമ്മയെന്ന് വിളിക്കില്ലേ, ഇങ്ങനെ അയ്യപ്പാന്നാ ഞാൻ വിളിക്കുക. അപ്പോൾ അത് ഞാൻ പക്ഷെ അറിയുന്നത് മാളിപ്പുറമൊക്കെ ഇറങ്ങിയ ഒരു വർഷം ഇവിടെ കല്യാണ സമയത്താണ് പരിചയപ്പെട്ട കഴിയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പം എനിക്ക് ഭയങ്കര അത്ഭുതമായി. കാരണം നമ്മൾ എഴുതി വെച്ചൊരു കഥാപാത്രം പോലെ തന്നെയാണല്ലോ ഒരാളെന്നുള്ളത്. അപ്പം പിന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് മാളികപ്പുറമാണ് ഭയങ്കര ഫേവറേറ്റ്. ചേട്ടന് മനസ്സിനോട് ചേർത്ത് വെക്കുന്ന ചേട്ടൻ്റെ സിനിമ ഏതാ? എനിക്ക് എൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടം 10-ാം വളമാണ്. ആണല്ലേ? കാരണം അതെനിക്ക് വല്ലാതെ തന്നെ ഹോണ്ട് ചെയ്തേക്കുന്ന ഒരു കഥയാണ്. കാരണം അതിൻ്റെ ഇമോഷൻ വേറെയാണ്. അപ്പോൾ അത് ആ കോവിഡ് സമയത്ത് ഇറങ്ങിയോണ്ടാവാം ഒരു പക്ഷേ തിയേറ്ററിൽ അത് അത്ര ആ സമയത്ത്. പക്ഷേ പിന്നീട് OTT വന്നിട്ടും ചാനൽ വന്നിട്ടും ഒരുപാട് പേര് അതിനെപ്പറ്റി. എൻ്റെ അച്ഛന് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. കാരണം എനിക്ക് ഇന്ന് ഞാൻ പറയുന്നത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് സ്ക്രിപ്റ്റുകൾ എനിക്ക് ഇഷ്ടമുള്ളത് 10-ാം വളമാണ്. അതിൻ്റെ ലെയർ ഭയങ്കര രസമാണ്. കാരണം ഒരാളുടെ ലൈഫിലെ ഏറ്റവും വലിയ നഷ്ടവും ഒരാളുടെ ലൈഫിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റും ഒരേ മൊമെൻറ്റിലാണ് സംഭവിക്കുന്നത്. ആ സിനിമ കണ്ടവർക്കറിയാം. കഥ പറഞ്ഞു വന്ന് സുരാജേട്ടൻ്റെ മകള് മരിക്കുന്ന ഷോട്ട് കട്ട് ചെയ്താൽ ഇന്ദ്രേട്ടന് കോള് വരുവാണ്, ഇന്ദ്രേട്ടൻ്റെ മകള് ജനിച്ചു എന്നുള്ളത്. വർഷങ്ങൾ കാത്തിരുന്നുണ്ടായ കുട്ടിയുടെ ഹാപ്പിനെസ് സമയത്ത് അപ്പുറത്ത് പുള്ളി കേൾക്കുന്നത് വർഷങ്ങൾ കാത്തിരുന്ന് കിട്ടിയ കുട്ടിയുടെ മരണമാണ്. ആ ഒരു ഇമോഷൻ അതിപ്പോൾ തമിഴ് ഞങ്ങൾ ചെയ്യാൻ പോവാം. ഞാനും പെട്ടെന്ന് അത് തമിഴ് ചെയ്യാനുള്ള പ്ലാനിലാണ്. അത് കുറച്ചും കൂടെ ഒരു വലിയ ക്യാൻവാസിലാണ് ചെയ്യാൻ പോകുന്നത്. ഉറപ്പായിട്ടും എനിക്ക് ഉറപ്പുണ്ട് ഈ തമിഴിൽ കുറച്ചും കൂടെ ആ ഇമോഷൻ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. തമിഴിൽ ആരാ ചെയ്യുന്നത്? തമിഴ് ആർട്ടിസ്റ്റ് ഫൈനലാവുന്നേ ഉള്ളൂ. സോ മെയിൻ 2 പേര് തന്നെയാണ് ഇപ്പോൾ സംസാരിച്ച് ഓൾമോസ്റ്റ് ഫൈനൽ സ്റ്റേജിലേക്ക് പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പം ഞങ്ങൾ പപ്പേണ്ണൊത്ത് ഞാൻ മലയാളത്തിൽ ഒരു പടം ചെയ്യുന്നുണ്ട് അടുത്തത്. ഒരു വലിയ സിനിമയാണ്. അതിന് ശേഷമായിരിക്കും തമിഴിലെ പടം ചെയ്യാൻ പറ്റുന്നത്. അതിൻ്റെ റൈറ്റ്സ് ഇപ്പോൾ ഒരു കമ്പനി തമിഴിലേക്ക് റീമേക്ക് ചെയ്യാൻ വേണ്ടി അവർ വാങ്ങിച്ചേക്കാണ്. അപ്പം അതുകൊണ്ട് എനിക്കത് ഭയങ്കര സ്പെഷ്യലാണ്. ഇനി എനിക്ക് പേഴ്സണലി സുമതിയോളം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമയാണ് സുമതിയോളം. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഞാൻ ആദ്യമായിട്ട് എന്നൊരു ജോണറാണ് ഹൊറർ കോമഡി എന്ന് പറയുന്നത്. എനിക്കത് കാണാൻ ഇഷ്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു പടം ഞാൻ ഒരു പടമേ കാണത്തുള്ളൂ. അങ്ങനെ എൻ്റെ പാറ്റേൺ ഓഫ് സിനിമ അല്ലത്. പക്ഷേ എങ്കിലും എനിക്ക് ഈ പടം കാണാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനത് എഴുതി. അടുത്ത ചെയ്യാൻ പോകുന്ന പടം എനിക്ക് ഭയങ്കര ഫേവറേറ്റ്. അത് ചോറ്റാനിക്കര ലക്ഷ്മിക്കുട്ടി എന്ന് പറഞ്ഞിട്ട് മോഹനേട്ടൻ്റെ പടം, M. മോഹൻ പടം. അത് ഗോകുലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഞങ്ങൾ അനൗൺസ് ചെയ്തിരുന്നു. ഒരാനയും കുട്ടിയും തമ്മിലുള്ള സിനിമയാണ്. അതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഫൈനലാവുന്നു. അപ്പം വലിയ സ്റ്റാർ കാസ്റ്റാണ് വരാൻ പോകുന്നത്. വലിയ സ്റ്റാർ കാസ്റ്റാണ് വരാൻ പോകുന്നത്. പക്ഷെ അതിലെ സെൻട്രൽ ക്യാരക്ടേഴ്സ് ഒരു ആനയും ഒരു 8 വയസ്സുള്ള പെൺകുട്ടിയാണ്. അപ്പം അതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് കഥയാണ്. അത് ശരിക്കും ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന പടമാണ്. അതിനുശേഷം മോഹനാണ് അതിനുശേഷം ഞാൻ പരിചയപ്പെടുന്നത്. അപ്പം അരവിന്ദിൻ്റെ അതികൾ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് സിനിമയാണ്. അപ്പോൾ അരവിന്ദിൻ്റെ അതികളും മാളികപ്പുറം കൂടെ ഒന്നിച്ചാൽ നന്നായിരിക്കും എന്ന് തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞു മോഹനേട്ടാ ഈ കഥയൊന്ന് കേൾക്കുമെന്ന് ചോദിച്ചാൽ മോഹനേട്ടനോട് ഈ കഥ പറയുന്നത്. അങ്ങനെ മോഹനേട്ടൻ കേട്ടപ്പോൾ തന്നെ നമുക്കിത് ചെയ്താലോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഈ പരിപാടി ഓണായി. ഇപ്പോൾ ഗോകുലം പ്രൊഡ്യൂസ് ചെയ്യുന്നു. സെപ്റ്റംബറിൽ അത് ഞങ്ങൾ തുടങ്ങും. നമുക്ക് കുറേ ഹൊറർ സിനിമയുണ്ട് മലയാളത്തിൽ. അതിൽ കുറേ യക്ഷിമാർ നമുക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ്. കുറച്ച് യക്ഷിമാരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാലേ നിങ്ങൾ ഹൊറർ സിനിമ അഭിനയിച്ച ആൾക്കാർക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കിയാലോ? ആദ്യത്തെ ഇത് ഗംഗേനെ ഓർമ്മയുണ്ടോ? നമ്മുടെ മലയാള സിനിമയിൽ വളരെ ഫേമസ് ഗോസ്റ്റാ ആകാശം. നീലിന് ഓർമ്മയുണ്ടോ?
നീലി രണ്ടും കല്യാങ്കട്ട് നീലി ഉണ്ട്, ഉണ്ട്. കടമറ്റത്തച്ഛനകത്തുണ്ട്, നീലയുണ്ട്. പിന്നെ മമത ഒരു പടം ചെയ്തിട്ടുണ്ട് നീലി എന്ന് പറഞ്ഞിട്ട്. കുറെ നീലിമാരുണ്ട്. ഇത് ഭയങ്കര ഐക്കോണിക് ഒരു നീലിയുണ്ട്. 2090 അവസാനത്തിൽ ചെയ്ത വാണി വിശ്വനാഥിന്റെ. അറിയോ? ആ ഇതാ എനിക്കറിയാം, ഇന്ദ്രിയം. ഇന്ദ്രിയം കണ്ടിട്ടുണ്ടാ? താൻ 2K കിട്ടാണോ? പടവാ. 2K കിട്ടാണോ? 90s കിട്ടല്ലേ? ഇന്ദ്രിയം അടിപൊളി. 90s കിട്ടാണ്, പക്ഷെ 2K കിട്ടിന്റെ വിവരം ഓക്കെ, അടുത്ത് അല്ലായിരുന്നു. മറ്റേ നമ്മൾ ആരോ മരിച്ചോ കാര്യം വരുമ്പോഴത്തേക്ക് പുള്ളിയൊക്കെ മരിച്ചില്ലായിരുന്നു ചോദിച്ചത്. നീ അല്ലായിരുന്നു, സോറി, ജൂഹിയായിരുന്നു. ആതിര എന്നുള്ള ഒരു യക്ഷിന് ഓർമ്മയുണ്ടോ? ആതിര ചേട്ടനൊക്കെ എന്തായാലും അറിയാൻ ആതിര വെള്ളി നക്ഷത്രം. വെള്ളി നക്ഷത്രം അല്ല അല്ല വെള്ളി നക്ഷത്രത്തിൽ ആതിര തമ്പുരാട്ടിയാ. അല്ല, ആ കുട്ടി അശ്വതി തമ്പുരാട്ടിയാ. ആതിര ഒരു കാലത്ത് തരംഗമായിരുന്നു യക്ഷി. ക്ലൂ വരുമോ? ഭയങ്കര ഭംഗിയുള്ള ഹോട്ട് ആൻഡ് സെസ്കി ആയിട്ടുള്ള ഒരു യക്ഷിയായിരുന്നു. അപ്പൊ ചേട്ടൻ അറിയണ്ട. ഏത് സമയത്ത് ഇറങ്ങിയോടോ? ഈ 2010. യക്ഷി ഞാനാണോ? ചേട്ടൻ പറഞ്ഞ കേട്ടു. അല്ലല്ല, യക്ഷി ഞാൻ ഭംഗിയുള്ള യക്ഷി എന്ന് പറയുമ്പോഴേ ഹോട്ട് ആൻഡ് സെക്സി എന്ന് പറഞ്ഞപ്പോ ഇന്ദു കണ്ടിട്ടില്ല സിനിമ. ഇന്ദു യക്ഷി ഇന്ദു. ഹിന്ദു എന്നുള്ള യക്ഷി. ഹിന്ദു അല്ല, ഇന്ദു. ക്ലൂ വെള്ളി നക്ഷത്രം. ഹിന്ദു ആണല്ലേ? അതിൽ ഹിന്ദു. ആ കുട്ടിക്ക് എന്നെ അനിയത്തിയാ ഡബ് ചെയ്തേ. എനിക്കറിയാം. ഏതാണ്ട് ഒരുപോലെ എല്ലാവരും കാണാനും ആ സമയത്തൊക്കെ ഇരുന്നിരുന്നത് എനിക്ക് എപ്പോഴും ഭയങ്കര സിമിലർ ആയിട്ട് തോന്നും. താങ്കളുടെ അനിയത്തിയും ആ കുട്ടിയും. കൊള്ളാം. ആ കുട്ടി ഇപ്പൊ ഡബ് ചെയ്യുന്നുണ്ടോ? എന്റെ അനിയത്തിയോ ഇല്ല. അപ്പൊ അവള് US പോയി പഠിക്കുക. ഓക്കെ. ആ കുട്ടിക്ക് ഇവിടെ ഒരു ഫാൻസ് അസോസിയേഷൻ ഒക്കെ ഉണ്ടല്ലോ അല്ലേ? ഇവിടെ രണ്ടുപേരുടെ പേരിലുണ്ട്, ഗോപിക എന്നുള്ള പേരിലുണ്ട്. അവളവിടെ ആണെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഇവിടുന്ന്. കംപ്ലീറ്റ് സെർവ് ചെയ്യുന്നത് കോഴിക്കോട് വീടാന്ന് തോന്നുന്നു. പാവം അച്ഛനായിരിക്കും. ഓക്കെ, അടുത്തൊരു ഗ്രൂപ്പ്. പക്ഷെ എല്ലാ ഗ്രൂപ്പിലും നല്ല ഫോളോവേഴ്സും ഉണ്ട്, അതാണ് ഏറ്റവും ഇത്. ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. അതുകൊണ്ട് എന്താ ഗുണം അറിയോ? നമ്മളൊരു പ്രൊമോഷൻ കണ്ടന്റ് ഇട്ട് കൊടുത്താൽ അദ്ദേഹത്തിന്റെ ഒരു തല വെച്ച് കഴിഞ്ഞാൽ എല്ലാരും ജൂഹിയൊക്കെ പറയണ്ടായിരുന്നു, എന്നെയും ടാഗ് ചെയ്യുന്നുണ്ട്. ലൈക്ക് എന്റെ കൂടെയുള്ള എല്ലാരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സിനിമയിലേക്ക് വേറെ ഓഫർ വരുമായിരുന്നോ? ഒന്നെന്തോ വന്നിരുന്നു, പക്ഷെ ആ സമയത്ത് ഷൂട്ടിന്റെ ഡേറ്റ് നമുക്ക് വേണ്ടിട്ട് പിന്നെ ഡേറ്റ് ഒന്നും മാറ്റില്ലല്ലോ. ഞാൻ സീരിയൽ ആർട്ടിസ്റ്റുകളെ ഇപ്പൊ ഭയങ്കര ശ്രദ്ധിക്കാൻ തുടങ്ങി. കാരണം വെച്ചാൽ നല്ല പെർഫോമൻസ് ഉണ്ട് ഒരുപാട്. ഞാൻ അതുകൊണ്ട് തന്നെ കുറെ പേരെ സീരിയലിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഇന്റർവ്യൂ കണ്ടിട്ട് മെസ്സേജ് ആയിരിക്കും സീരിയൽ. അല്ല, ഞാൻ സീരിയസ്ലി പറഞ്ഞ മുന്നേ ഒക്കെ എന്ന് വെച്ചാൽ സീരിയലിന്റെ പാറ്റേൺ ഇന്ന് മാറി ഒരുപാട് മാറി. എനിക്ക് ഇവരുടെ സീരിയൽ അങ്ങനെ ഇവരുടെ സ്ഥിരം ഇപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ, നല്ല ആർട്ടിസ്റ്റുകൾ അതിലുണ്ട്. അതുകൊണ്ട് അവര് സിനിമയിലേക്ക് വന്നാൽ നല്ലതല്ലേ? അപ്പൊ അത് ഉറപ്പായിട്ടും എന്റെ സൈഡിൽ നിന്ന് എന്തായാലും ഞാൻ ഹെൽപ്പ് ചെയ്യും. കാരണം എന്റെ സിനിമകളിൽ എല്ലാവർക്കും ഈ ഒരു മനസ്സില്ലാട്ടോ, ഇങ്ങനെ സിനിമയിലോട്ട് കൊണ്ടുവരണം എന്നുള്ള. അല്ല, ഞാൻ അങ്ങനെയല്ല. ചിലപ്പോ നമുക്ക് അവരെ കൊണ്ട് ആദ്യത്തെ ഒരു പടത്തിൽ തന്നെ ചിലപ്പോൾ സെൻട്രൽ ഹീറോ ആക്കാനോ ഹീറോയിൻ ആക്കാനോ പറ്റണമെന്നില്ല. പക്ഷെ ഒരു നല്ല കഥാപാത്രം കൊടുത്താൽ ആ ഒറ്റ കഥാപാത്രം അവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും, ഞാൻ അതിന് യോഗ്യനാണ് അല്ല യോഗ്യ എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ ഞാനൊരു സീരിയൽ ആക്ടർ അല്ല, ഞാൻ പറയാം, മറ്റേ പരസ്പരം സീരിയൽ അഭിനയിച്ച ഗായത്രി മലയാളത്തിൽ സിനിമയിൽ എത്രയോ നല്ല സ്ട്രോങ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. എനിക്ക് ആ എന്നുള്ള സിനിമയിലൊക്കെ ഭയങ്കര രസമുള്ള അഭിനയമാണ്. അപ്പൊ അങ്ങനെ എത്രയോ സ്വാസിക ഇപ്പൊ തമിഴിലും തെലുങ്കിലും റബ്ബർ പന്തോ ഒരു സിനിമ, അത് വൻ ഹിറ്റായിരുന്നു അവിടെ. സ്വാസികയാണ് ഏറ്റവും കൂടുതൽ പേര് കിട്ടിയതോടെ. അതുകൊണ്ട് തന്നെ എനിക്ക് സീരിയൽസിൽ നിന്ന് വന്നാൽ ഇവിടെ അത്ഭുതം കാണിക്കാൻ പറ്റുന്ന ഒരുപാട് പേരുണ്ട്. ഒരു 5 വർഷങ്ങൾക്ക് അപ്പുറം നിങ്ങളുടെ കരിയർ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് എവിടെ എത്തണം എന്നാണ് സ്വപ്നം കാണുന്നത്, അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കും എന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്? എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പെർഫോം ചെയ്യണം എന്ന് ഭയങ്കര ഒരു ക്രേവിങ് ഉണ്ട്. അതായത് ഇപ്പം സീരിയൽ എന്ന് പറയുമ്പോൾ നമുക്ക് രാത്രി കിടന്നുറങ്ങുമ്പോൾ നമ്മൾ കുറേ പെർഫോം ചെയ്തു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുണ്ട്. പക്ഷേ ഇപ്പം സുമതി വളവിലും നല്ലൊരു ക്യാരക്ടറാണ്, പക്ഷെ കുറച്ച് ദിവസമേ ഉള്ളൂ. പക്ഷെ നമുക്ക് ശീലം കുറേ ദിവസം അഭിനയിച്ചിട്ടല്ലേ നമുക്ക് ശീലം. പക്ഷെ ഇത് കുറച്ച് ദിവസം അഭിനയിക്കുമ്പോൾ എനിക്ക് മതിയാവുന്നില്ല. സത്യം പറഞ്ഞാൽ ഷൂട്ട് കഴിഞ്ഞ അന്ന് കഴിഞ്ഞതിന് സങ്കടമായി. ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഞാനും ചേട്ടനും കൂടെ കാറിൽ തിരിച്ച് ഹോട്ടലിൽ വന്നിട്ട് അവിടെ എത്തിയപ്പോൾ ഞാൻ കരഞ്ഞു.
ചേട്ടൻ പറഞ്ഞു എന്താ എല്ലാവരും കാണാലോ എന്നൊക്കെ പറഞ്ഞ എന്നെ സമാധാനം. ഞാൻ പറഞ്ഞു എനിക്ക് അതല്ല, എനിക്ക് മതിയായില്ല അഭിനയിച്ചിട്ട്, എനിക്ക് പെർഫോം ചെയ്യാൻ എനിക്ക് മതിയാവുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് കുറേ പെർഫോം ചെയ്യാൻ പറ്റുന്ന കുറേ സിനിമകൾ ചെയ്യണം എന്ന് എൻ്റെ ആഗ്രഹം. ഇയാളുടെ കൂടെ കൊളീഗ്സിനെ ഞാൻ, അതായത് കോ ആക്ടേഴ്സിനെ പണ്ട് ഞാൻ ഇന്റർവ്യൂ ചെയ്ത സമയത്ത് അവരൊക്കെ ഒരേപോലെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇയാള് കരയുന്ന ഇമോഷണൽ സീൻസ് ചെയ്യാൻ ഇയാൾ അടിപൊളിയാണ്, അതായത് കരഞ്ഞ് അഭിനയിക്കാൻ ഈ കുട്ടി അടിപൊളിയാണ്, നമുക്ക് കരച്ചിൽ വരുമെന്ന്. അങ്ങനെ എന്തെങ്കിലും ആസ് എ സ്ക്രിപ്റ്റ് റൈറ്റർ നമ്മുടെ അങ്ങനെ കരച്ചിലൊന്നും ഇല്ലായിരുന്നു. അല്ല എനിക്കത് സീരിയൽ ചെയ്യുമ്പോൾ ഞാൻ ഗ്ലിസറിന് ഇടാണ്ട് പോലും എനിക്ക് കരയാൻ പറ്റുക, കാരണം നമ്മളത് കുറേ ആയിട്ട് ആ ഒരു ക്യാരക്ടർ തന്നെ നമ്മൾ ആ ക്യാരക്ടറിൽ ജീവിക്കുകയല്ലേ. അല്ല ഇതിൽ പറയാനുണ്ട്, ശരിയാ പറഞ്ഞത്, കറക്റ്റാ. അതായത് ഇതില് ഗോപികയുടെ ആദ്യത്തെ ദിവസത്തെ ഷൂട്ട് എന്ന് പറയുന്നത് ആ ഗ്രാമത്തിലൊരു മരണ സീൻ. അപ്പോൾ എൻ്റെ അടുത്തൊന്ന് ചോദിച്ചു, ചേട്ടാ ഇതാരാ മരിക്കുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു നാട്ടിലുള്ള ഒരാള്. ഞാനോട് എന്താ ബന്ധം, പുള്ളിയോട് എന്നോട് എൻ്റെ കഥാപാത്രം എന്താ ബന്ധം എന്ന് ചോദിച്ചു. ഞാൻ നാട്ടിലുള്ളത് മരിക്കുമ്പോൾ വിഷമം മതി പറഞ്ഞു. പക്ഷെ ഈ മരിച്ചാൾ റിലേറ്റീവ്സിനുള്ള ഇത്ര സങ്കടമില്ല. ഗോപിക വൻ വിഷമം. അല്ല എനിക്ക് അറിയില്ലല്ലോ ഇത്. അപ്പൊ അർജുൻ എൻ്റെ അടുത്ത് ചോദിച്ചു ഷോട്ട് കഴിഞ്ഞിട്ട്, ചേട്ടാ ഈ ഗോപിയുടെ ക്യാരക്ടറോട് ഭയങ്കര ബന്ധമുള്ള ആളോ മരിച്ചത്? ഞാൻ നല്ലടാ വെറുതെ അറിയുന്ന പറഞ്ഞിട്ടുണ്ട് എന്താണ്. നമ്മളത് അങ്ങനെയല്ല, രസമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല അവന് ഞങ്ങൾ എല്ലാവരും സങ്കടത്തേക്ക് ഒരു സീനാ. എല്ലാവരും വിഷമം, അവന് അവിടെ ഇത്തിരി ഓവർ വിഷമം ഇയാളുണ്ടായിരുന്നു. ഗോപിക്കായിരുന്നു. അവനെ വിഷമിച്ചോട്ടെന്ന് വെച്ചു. കരഞ്ഞ് അഭിനയിക്കാൻ കാരണം ഷോട്ട് ഞങ്ങൾ കട്ട് ചെയ്തോളല്ലോ ഇവിടെ. അതങ്ങ് കട്ട് ചെയ്ത. അപ്പൊ അങ്ങനെ പക്ഷെ രസമായിട്ടാണ് ചെയ്തത്. രസമായിട്ട് 5 കൊല്ലം കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം വെച്ചാൽ ഇന്ത്യയിലെ എല്ലാ ഭാഷയിലും ഒരു പടമെങ്കിലും ചെയ്യണം. ഒരു ബോളിവുഡ് ഓഫർ ഉണ്ടായിരുന്നില്ലേ? ഉണ്ട്, അതിപ്പോഴും ഉണ്ട് സ്റ്റിൽ. അത് ആക്ച്വലി 2025 തന്നെ കാണും ഉണ്ട് ഉറപ്പായിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യയിലെ എല്ലാ ഭാഷയിലും ഒരു പടം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. അത് ആഗ്രഹമാണ്. പിന്നെ ഈ പറയുന്ന പോലെ പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങിയിട്ടുണ്ട്. ഈ കുറേ ക്വാളിറ്റി പ്രൊഡക്ട്സ് ചെയ്യണമെന്നുണ്ട്. അതുവഴി കുറേ പേർക്ക് അവസരം കിട്ടണമെന്നുണ്ട്, കുറേ പേരെ സിനിമയിലേക്ക് കൊണ്ടുവരണമെന്നുണ്ട്. പിന്നെ ഇഷ്ടപ്പെട്ട കഥകളൊക്കെ സിനിമയാക്കണം. ഇപ്പോൾ ഒരു 5 കൊല്ലം കഴിഞ്ഞ്, ഫസ്റ്റ് ഓഫ് ഓൾ 5 കൊല്ലം ആയുസ് ദൈവം തരണേന്നാണ് ആദ്യത്തെ പ്രാർത്ഥന. പിന്നെ എനിക്ക് ചുറ്റുമുള്ള എല്ലാവരും ഇങ്ങനെ തന്നെ എൻ്റെ കൂടെ വേണം എന്നൊരാഗ്രഹം. ആരും നഷ്ടപ്പെടല്ലേ. അത് പിണക്കം മാത്രമല്ല, അറിയാലോ, അതും സംഭവിക്കല്ലേ എന്നുള്ള പ്രാർത്ഥനയാണ്. അപ്പം 5 കൊല്ലം കഴിഞ്ഞാൽ ഇപ്പം എങ്ങനെയാണോ അതുപോലെ തന്നെ ഇവിടെ വേണം. അത്രേ ഉള്ളൂ. കുറച്ച് മുമ്പേ പറഞ്ഞ പോലെ തന്നെ അത് വിമർശിക്കപ്പെടാനാണെങ്കിലും നല്ലത് പറയാനാണെങ്കിലും ആ പേരവിടെ വേണം. അത്രേ ഉള്ളൂ. എന്നോട് ചോദിക്കാം 5 വർഷം കഴിയും 5 കൊല്ലം കഴിഞ്ഞാൽ എന്താണ്? അഭിലാഷേട്ടന്റെ പടത്തിൽ നിനക്ക് 5 കൊല്ലം കഴിഞ്ഞ് മതി. ഞാൻ അടുത്ത പടത്തിലെന്ന് ഉദ്ദേശിച്ചത്. അപ്പൊ ഇനി 5 കൊല്ലം കഴിഞ്ഞിട്ട് അല്ല, ഗദ്ദാഫിയുടെ ഞാൻ ഇതിന് മുന്നേ എനിക്ക് തോന്നി, ഞാൻ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ആക്ച്വലി എനിക്കൊരു അഭിനയിക്കാൻ പറ്റുന്ന ഒരാളുടെ ഫേസ് ആണ്. സീരിയൽ കണ്ടിട്ടില്ലല്ലോ എന്റെ? ഇല്ല, പേടിക്കണ്ട, അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ചേട്ടാ എല്ലാവിധ ഭാവങ്ങളും 1-ാം തീയതി റിലീസ് ആവുകയാണ്. നമ്മളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ് അഭിലാഷ് പിള്ളയെ സിനിമ കാണാൻ വേണ്ടിയിട്ട്. അതിനേക്കാൾ ഉപരി ട്രെയിലർ കാണുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവുമല്ലോ, ഈ സിനിമ കാണണമെന്ന്. അത് തോന്നലുണ്ടാക്കുന്ന സിനിമയാണ്. അത് എല്ലാവിധ ആശംസകളും നേരുന്നു ഗോപിക. ആൻഡ് അടുത്ത 5 വർഷമല്ല, കുറേ നാളത്തേക്ക് ഇനി ഇവിടെ മലയാള സിനിമയിൽ നിറഞ്ഞ് അഭിനയിക്കാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.